ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എല്ലാവർക്കും തുടങ്ങാൻ ഓരോരോ കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർക്ക് ഓരോ പണിയും കൈത്തൊഴിലും കാര്യങ്ങളും എല്ലാവർക്കും ഓരോന്നുണ്ട്. എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ പണിയാനും പോകാൻ പറ്റില്ല. അങ്ങനെ അവർ മൈൻഡില്ലാത്തതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. തുടക്കത്തിൽ കുറേ വീഡിയോസ് ഇട്ടു, അതൊന്നും ശ്രദ്ധിക്കപ്പെടാണ്ട് ആ ഒരു രീതിയിൽ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ടൊരു വീഡിയോ വരും, അത് ചിന്തിക്കാനും ഒരു മൈൻഡുള്ള ഒരു വീഡിയോ. അങ്ങനെയാണ് ഞാനൊരു പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ഒരു 10 രൂപ പോയി ഏട്ടാ ബസ് കാശ് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് വരും. ആരും ഇല്ലാത്ത സ്റ്റാൻഡിൽ കഴിയുന്ന ഒരു ഏട്ടനാണ്. അവിടെ വെച്ചിട്ടാണ് എൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു മൊമെൻ്റ് ആയിരുന്നു. ചേട്ടാ ചേട്ടാ എന്താ കടന്നുറങ്ങണേ? ഒരു 10 രൂപ ഉണ്ടാവുമോ? എൻ്റെ ബസ് കാശ് പോയി, ഒരു 10 രൂപ ഉണ്ടാവുമോ? ആ ചേട്ടൻ അതിൻ്റെ അവിടെയും ഇവിടെയും തപ്പി ബെഡിൻ്റെ അടുത്ത് ഒരു 10 രൂപ എടുത്തിട്ട് എനിക്ക് തന്നു. എന്നിട്ട് ഉണ്ണി കുറച്ച് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ കൈപ്പിടിച്ച് മാറ്റിയിട്ട് എനിക്കിതുപോലെ എയ്ഡ്സ് രോഗമാണ്, HIV ആണ്, എൻ്റെ കയ്യിൽ ഇതുള്ളൂ മോനെ, വേറെ ഒന്നും എൻ്റെ കയ്യിൽ തരാനില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ ഈ പൈസ വെച്ചോ? ചേട്ടൻ്റെ സാധനങ്ങളാണൊക്കെ. ചേട്ടൻ താമസിക്കുന്നത് എവിടെയാണ്? വീടില്ല? ചേട്ടൻ ആവശ്യം വരുമ്പോൾ എന്നാൽ ഞാനിവിടെ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയിട്ടാ. ആ ഒരു നിമിഷം ആള് കാണിച്ച സ്നേഹം, കയ്യിലൊന്നും ഇല്ലാണ്ട് ആൾ എടുത്തു തരാൻ തന്നൊരു അതെനിക്ക് ഭയങ്കര ഒരു വിഷമവും കാര്യങ്ങളും തോന്നി. അങ്ങനെ അതുകൊണ്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഇത് ഇട്ടപ്പോൾ ഒരുപാട് പേരുകൾ ഷെയർ ആവുകയും ചെയ്തു. HIV ആണ്. എന്നാൽ ഓക്കെ, ഇവിടെ ഇരുന്നാട്ടാ. വല്ല ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഏട്ടൻ വല്ല എന്തെങ്കിലും സാധനങ്ങൾ കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിട്ടാ. അയ്യോ അച്ഛാ വേണ്ട, പോട്ടെ അച്ഛാ. സന്തോഷം തോന്നിയ കാരണം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജും കുറേ ഡോക്ടേഴ്സൊക്കെ വന്ന ആളിനെ കണ്ട് കാണുകയും ചെയ്തു. ആളുടെ തുടർ ചികിത്സേൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കുക, ആളിനെ നല്ല രീതിയിലാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ വീഡിയോ കൊണ്ട് ആദ്യമായിട്ട് ഒരാൾക്ക് ഉപകാരം ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ വേറൊരു അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻ്റ് ആയിട്ടുള്ളത്, ഞാൻ പാലക്കാട് ക്ലാസ് കഴിഞ്ഞ് ബാഗത്തൊക്കെ വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു കടക്കാരൻ്റെ ഒരു കുട്ടി വന്ന് മുട്ടായി ചോദിക്കുക. ആ കുട്ടി ആ കടക്കാരൻ പോകുന്നതുകൊണ്ട് ചലതി അതൊരു ഹിന്ദിക്കാരിയ തമിഴ് കുട്ടിയാണ്. ആ കുട്ടീനെ അങ്ങനെ ആട്ടി വിടുക. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ കുട്ടീനെ കാണുന്നത്. ഈ കുട്ടി കുറേ നേരം ഈ പെട്ടിക്കടയിൽ മുട്ടായി തരുമോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കണോ. അവിടെയുള്ളവർ ചീത്ത പറഞ്ഞിട്ട് ആ കുട്ടീനെ പറഞ്ഞേക്കാണ്. കണ്ടിട്ടാകെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് ഒരു പാക്കറ്റ് മുട്ടായി വാങ്ങിച്ചിട്ട് ആ കുട്ടീൻ്റെ ബാക്കിൽ പോയിട്ട് അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ വേഗം അടുത്തുള്ള ബേക്കറിയിൽ പോയി ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട് ഒരു പാക്കറ്റ് മുട്ടായി വാങ്ങിച്ചു. അച്ഛന്മാരെ ആ കുട്ടിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവാണേ. ഒരു സന്തോഷം. ആദ്യം ആ കുട്ടിക്ക് ഒരു മുട്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ട് പാക്കറ്റ് മുട്ടായി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി. ആ കുട്ടിക്ക് മുട്ടായി കൊടുക്കുമ്പോഴേക്കും അപ്പുറത്തുണ്ടായിരുന്ന കുട്ടി അത് വേഗം വാങ്ങിച്ചു. ഞാനപ്പോൾ ആ പാക്കറ്റ് മുട്ടായി ആ കുട്ടിക്ക് കൊടുത്ത് എല്ലാവരും അടിയാവുമെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടീൻ്റെ അമ്മൻ്റെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായി. കുട്ടി എനിക്ക് കൈയൊക്കെ തന്ന് താങ്ക്സ് ഏട്ടാന്നൊക്കെ പറഞ്ഞു. ജീവിതത്തിൽ ഇതൊക്കെയല്ല ഒരു സന്തോഷം. ആ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഇട്ടപ്പോഴാണ് ഒരുപാട് വലിയ സ്ഥലത്തുള്ള ആളുകളൊക്കെ വിളിച്ചു ചോദിച്ച് ആ കുട്ടിക്ക് തുടർ പഠന ചിലവെടുക്കുക, ആ കുട്ടിക്ക് നല്ല ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കോട്ടയത്തുള്ള ഒരു ഏട്ടൻ വന്ന് ഫുൾ ആ കുട്ടീൻ്റെ ലൈഫിലും ഒരുവിധമുള്ള പ്രയോജനം എല്ലാ ചിലവും എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായി. കാരണം ഞമ്മ കാരണം ഇനി വേറൊരു കുട്ടിയും കൂടെ സെറ്റാകാൻ പോവുകയാണ്. ആ ഒരു രീതിയിൽ ആവുമെന്ന് വിചാരിച്ച് ഞാൻ കുട്ടീൻ്റെ അടുത്തേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് ആ കുട്ടി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും ആ കുട്ടിയും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പോയിരിക്കണു. ആ കുട്ടിക്ക് നല്ല കാര്യം തുടങ്ങിയെന്ന് പറഞ്ഞ് പറയാൻ വേണ്ടി പോകുമ്പോഴാണ് അവരെല്ലാം അവിടെ നിന്ന് പോയി. അത് ഭയങ്കര സന്തോഷം തോന്നിയെങ്കിലും ആ കുട്ടികൾ അവിടെ ഇല്ല അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വിഷമം തോന്നി. ഇപ്പോഴും മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഒരുവിധം എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഒരു ഏട്ടനും ഒരു ഇക്കാക്ക് ഒരു കുടുംബത്തിന് വീടും ഒന്നും ഇല്ലാണ്ട് ഒരു മഴയത്തൊക്കെ ചോർന്ന് ഒരിക്കുന്ന വീട്, ആരും ഇല്ലാണ്ട് ഒരു ഷീറ്റ് പേരിൽ താമസിക്കുക. ആക്കെ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ഹെൽപ്പ് ചോദിച്ച് വരിക ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ണി ഇതുപോലെ എൻ്റെ സിറ്റുവേഷനാണ്, നീ ഒന്ന് നോക്കണം, നിന്നെക്കൊണ്ട് എന്തെങ്കിലും പറ്റുന്നത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ എന്നെക്കൊണ്ട് അതൊരു കുട്ടികളുടെ വിദ്യാഭ്യാസ ചിലവെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അങ്ങനെ ഒരു വീഡിയോ ചെയ്യും. ആ വീഡിയോ ചെയ്തു. അത് ഒരുപാട് പേര് ആ വീഡിയോ എത്തുകയും ചെയ്തു. ആ ഇക്കാക്ക് ഇപ്പോൾ ഒരു തറപണി കഴിഞ്ഞ് ഒരുപാട് പേര് സഹായിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാം കൊണ്ടും ഇപ്പോൾ തറപണി കഴിഞ്ഞപ്പോൾ വീട്
ഇനി കല്ലിറക്കി ചുമര് കെട്ടാൻ പോവാണ്. ചിലർ വിചാരിക്കും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അതൊരു ഷോ ആണ്, വെറുതെ ഒരു വീഡിയോ ആണ്. എല്ലാവരും പകുതി മുക്കാൽ അങ്ങനെ വിചാരിക്കുന്നത്. മറിച്ച് അങ്ങനെയല്ല. എൻ്റെ ഒരു വീഡിയോസ് കാരണം ഇപ്പോൾ ഒരു HIV ബാധിച്ച ചേട്ടന് ഹോസ്പിറ്റൽ ചിലവ് ഏറ്റെടുത്തു, ഒരു കുട്ടിക്ക് സ്പോൺസർ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഒരു സുഖമായിട്ട് നല്ലൊരു വീട്ടിൽ കയറി ഉറങ്ങാൻ പോവാണ്. സത്യം പറഞ്ഞാൽ നോർമലായിട്ടുള്ള വീഡിയോസ് ചെയ്തു പോകുന്നത് കാട്ടി ഒരു വ്യത്യസ്തമാക്കിയത് ഈ ഒരു 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. ഇനി ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊക്കെ യൂട്യൂബിലൊരു വീഡിയോ ഇറങ്ങി ആദ്യം ശ്രദ്ധിക്കുന്നത് ആദ്യത്തെ ഒരു 3 സെക്കൻഡ് എങ്ങനെയെങ്കിലും അടിപൊളിയാക്കാൻ നോക്കും. അതിന് ശേഷമാണ് ആ ഒരു കണ്ടൻറ്റിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുകയുള്ളൂ. അത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മളായിട്ട് നിൽക്കുക. ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണോ എൻ്റെ സംസാര ശൈലിയും എൻ്റെ നാട്ടിൻപുറവും എന്നിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ കൊണ്ടുവരുന്നത്. മെയിനായിട്ട് അതിൻ്റെ ഒരു ആദ്യത്തെ 3 സെക്കൻഡ് മാക്സിമം അടിപൊളിയാക്കാൻ നോക്കും. കാണുന്നവർക്കൊരു ബോറടിക്കാത്ത രീതിയിൽ നെയ്സിലായിരിക്കും എൻ്റെ കഥ പറയുന്ന ശൈലിയിലായിരിക്കും ഞാൻ വീഡിയോസ് ചെയ്യുന്ന വീഡിയോ ആത്മാർത്ഥമായിട്ടും നല്ല വൃത്തിയിലും ചെയ്യുക. നമ്മളെന്തായാലും സെറ്റാവും ആ ഒരു തീമിൽ. ഞാൻ ഒരുപാട് കണ്ടൻറ്റുകൾ ആലോചിച്ച് നല്ല കണ്ടൻറ്റുകളും നല്ല കാര്യങ്ങളും കിട്ടുമ്പോൾ മാത്രമാണ് എൻ്റെ ചാനലിൽ കൂടെ അപ്ലോഡ് ആക്കാറുള്ളത്. മെയിനായിട്ട് നാട്ടിൻപുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങൾ, ആ ഒരു തീമിലാണ് ഞാൻ മിക്കവാറും വീഡിയോസ് എൻ്റെ കാണാറുള്ളത്. നിങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്റ്റീവ് ആയത് തൊട്ട് ഞാൻ എല്ലാം കറക്റ്റ് ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് 2022 ആഗസ്റ്റ് 15 ഞാൻ കറക്റ്റ് യൂട്യൂബിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയത്. അങ്ങനെ 1K ആയി, 5K ആയി, 10K ആയി, എല്ലാം കറക്റ്റ് വെട്ടി വന്നിട്ടുണ്ട്. ഇതാവുമ്പോഴേക്കും ഇത്ര ആവണം, 50K ആവണം എന്നൊക്കെ ഒരു വാശിയിലായിരുന്നു. ഒരുപാട് വീഡിയോസ് ഇട്ട് കൂട്ടി. അങ്ങനെ 1 ലക്ഷം ഡിസംബർ 18 ആകുമ്പോഴേക്കും, 2020 ഡിസംബർ 18 ആകുമ്പോഴേക്കും ഒരുവിധം വീഡിയോസൊക്കെ ശ്രദ്ധിക്കപ്പെട്ട് 1 ലക്ഷമായി. 1,50,000 വരെ വെട്ടി. പിന്നെ അങ്ങോട്ട് പെട്ടെന്നായിരുന്നു കയറ്റാം. പിന്നെ ഈ കാര്യം സത്യം പറഞ്ഞാൽ മറന്നു, ഇതിൻ്റെ കാര്യമൊക്കെ മറന്നു. ഞാൻ മറക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെട്ടി വന്നത്. പിന്നെ ചടുപിടി എന്നുള്ള കയറ്റം എഴുതുകൊണ്ട് ഇപ്പോൾ 6 ലക്ഷം വരെ എഴുതി. ഇനി 5 ലക്ഷം എഴുതണം, 6 ലക്ഷം എഴുതണം. ഞാൻ അടിക്കിനെ എഴുതി വരണം. ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഞാൻ എവിടെയെങ്കിലും എത്തും എന്നൊരു പ്രതീക്ഷയിലാണ് ഇത് എഴുതി തുടങ്ങിയത്. ഞാൻ ഒരിക്കലും മറക്കില്ല. അവിടെ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ഇത് മാറ്റിയിട്ട് മാത്രമേ പെയിൻ്റ് അടിക്കുള്ളൂ. ഈ കാണുന്നതൊക്കെ എൻ്റെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് എനിക്ക് വരച്ച് തന്നതാണ്. ഇത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ അവാർഡാണ്, യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ. ദിനം കളങ്ങളിൽ സുമക്കിരോ എഴുത്തോടും. അതുപോലെ ഓരോ പിന്നിലും ഓരോ കഥകളുണ്ട്. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പിന്നിൽ ഒരു ചെറിയൊരു കഥയുണ്ട്. അത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കുറേ കണ്ട വീഡിയോസാണിത്. കാരണം പോത്തുണ്ടി ഡാമിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രായമായൊരു ചേട്ടൻ വരച്ചു തന്ന ഫോട്ടോയാണിത്. അത് ജസ്റ്റ് ഒരു 10 മിനിറ്റിൽ ചടുപിടി ഉണ്ണി ഇങ്ങോട്ട് വാ, ഫസ്റ്റായിട്ട് ഞങ്ങൾ പോയപ്പോൾ ഉണ്ണി ഇങ്ങോട്ട് വാ, നിൽക്കുക ഒരു ഫോട്ടോ വരച്ചു തരാം, നിനക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരച്ചു തന്നു. ഒരു 10 മിനിറ്റിൽ വരച്ചാണ്. അതുകൊണ്ട് ആ ഒരു ഏട്ടൻ്റെ ഓർമ്മയ്ക്ക് ആ ഫോട്ടോ ഞാനിങ്ങനെ ചുമരിൽ ഫസ്റ്റ് തന്നെ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ നാട്ടിലത്തെ ചായക്കട. ഇവിടേക്കിപ്പോൾ വരാണ്ടായ കാരണം എന്ന് പറയുന്നത് ഇത് ഇരിക്കുന്നതാണ് എൻ്റെ ക്യാമറാമാൻ. അതുൽ കൃഷ്ണ എന്നാണ് എൻ്റെ പേര്. 4ാം ക്ലാസ്സിൽ പഠിക്കണേ. പിന്നെ ഈ നേരത്തെ വന്നാൽ ഈ ചായക്കടയിൽ കാണുള്ളൂ. പിന്നെ ഇതൊക്കെ എൻ്റെ നാട്ടുകാരാണ്. സെയ്ദിക്ക, കാജിക്കാൻ്റെയാണ് ഈ ചായക്കട. പിന്നെ അജിയേട്ടൻ, ഇവരൊക്കെയാണ് എൻ്റെ നാട്ടുകാർ. ഞങ്ങൾ എല്ലാവരും ഈ നേരം ഒരു വൈകുന്നേരം നേരമായി എന്ന് പറഞ്ഞാൽ ഈ ചായക്കടയിൽ വന്ന് ഇങ്ങനെ ചായ കുടിച്ച് വർത്താനം ഇങ്ങനെ സംസാരിച്ച്, അത് ഇവിടെ ഒരു പതിവാണ് അല്ലേക്കാ.